നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഫ്രാൻസിന് വേണ്ടി ഏറ്റവും അധികം ഗോളടിച്ച താരങ്ങളുടെ ലിസ്റ്റിൽ തിയറി ഹെൻറിയെ മറികടന്നിരിക്കുന്നു കിലിയൻ എംബാപ്പെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ ഫ്രാൻസും ഐസ്ലൻഡും തമ്മിലുള്ള മത്സരം ഫ്രാൻസ് 2-1 വിജയിക്കുമ്പോൾ എംബാപ്പയുടെ വക ഒരു പെനാൽറ്റി ഗോളുണ്ടായിരുന്നു. അതോടുകൂടി ആ ഗോളോടുകൂടിയാണ് കിലിയൻ എംബാപ്പെ ഇപ്പോൾ സാക്ഷാൽ തിയറി ഹെൻറിയെ ഗോളടിയുടെ കാര്യത്തിൽ, അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഗോളടിയുടെ കാര്യത്തിൽ മറികടന്നിരിക്കുന്നത്. എംബാപ്പെ തീർച്ചയായിട്ടും വലിയ ഒരു റെക്കോർഡിലേക്ക് കടന്നു പോകുമെന്ന് ഉറപ്പാണ്. 26 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. ഇപ്പോൾ 92 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 52 ഗോളുകളായി കഴിഞ്ഞു. അതായത് മറികടന്നിരിക്കുന്നു തിയറി ഹെൻറിയെ. അതും ഹെൻറിയേക്കാൾ 33 മത്സരങ്ങൾ കുറച്ച് കളിച്ചിട്ടാണ് ഈ ഒരു കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഹെൻറി 51 അന്താരാഷ്ട്ര ഗോളുകളാണ് ഫ്രാൻസിന് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരാൾ കൂടിയാണ് എംബാപ്പയുടെ മുന്നിലുള്ളൂ. ആ റെക്കോർഡ് തകർന്നു വീഴുമെന്ന് ഉറപ്പാണ്. ഒന്നാമതുള്ളത് ഒലിവർ ജിറൂദാണ്. ജിറൂദ് 137 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 57 ഗോളുകളാണ് ഫ്രാൻസിന് വേണ്ടി നേടിയിട്ടുള്ളത്. അദ്ദേഹം 2024 അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിട്ടുണ്ട്. എംബാപ്പെ 92 കളികളിൽ നിന്നാണ് 52 അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിരിക്കുന്നത്. തിയറി ഹെൻറി 123 കളികളിൽ നിന്നാണ് ഈ ഒരു 51 അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുള്ളത്. അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് നേരത്തെ വിരമിച്ച് ലെജൻഡറി ഫിഗറാണ്. ആ ലെജൻഡറി ഫിഗറിനെയാണ് 26-ാം വയസ്സിൽ കിലിയൻ എംബാപ്പെ മറികടന്നിരിക്കുന്നത്. നോക്കുക, എംബാപ്പെ ഫുട്ബോൾ ലോകത്ത് എത്രത്തോളം പിടിമുറുക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. ഫ്രഞ്ച് ഫുട്ബോളിൽ അദ്ദേഹം ഇതിഹാസമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി വേൾഡ് കപ്പിൽ മുത്തമിട്ടയാളാണ്. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലടക്കം തീപ്പൊരിക്കളി കളിച്ചയാളാണ്. സോ എംബാപ്പെ ഇതാ ലെജൻഡായി മാറുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.